പണിയൊക്കെ ചെയ്ത് ജീവിക്കായിരുന്നു കുടുംബമായിട്ട്. അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക ബാധ്യതയൊക്കെ മൂലം ഇദ്ദേഹം ഗൾഫിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം ലാസ്റ്റ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഏകദേശം. ಸಹೋದರರೇ, ಇತ್ತೀಚೆಗೆ ಸೋಷಿಯಲ್ ಮೀಡಿಯಾದಲ್ಲಿ ಎಲ್ಲೆಡೆ ಹರಿದಾಡುತ್ತಿರುವ ಪ್ರತಿಯೊಬ್ಬರ ಬಾಯಲ್ಲೂ ಚರ್ಚೆಯಾಗುತ್ತಿರುವ ಹೆಸರು ಸಹಲಾ. ತನ್ನನ್ನು ತನ್ನ ಭವಿಷ್ಯವನ್ನು ನಂಬಿ ವಿದೇಶದಲ್ಲಿ ಬೆವರು ಹಾರಿಸಿ ದುಡಿಯುತ್ತಿದ್ದ ಗಂಡ, ತನಗೆ ಆಸರೆಯಾಗಿದ್ದ ಕುಟುಂಬ ಇವೆಲ್ಲವನ್ನೂ ಬಿಟ್ಟು 7 ವರ್ಷದ ಮಗು ಮತ್ತು ಮನೆಯಲ್ಲಿದ್ದ ಆಭರಣದೊಂದಿಗೆ ಬೇರೆಯೊಬ್ಬ ವ್ಯಕ್ತಿಯ ಜೊತೆ ಸಹಲಾ ಓಡಿ ಹೋದಾಗ ಇಡೀ ಸಮಾಜವೇ ಆಕೆಯನ್ನು ಶಾಪ ಹಾಕಿತ್ತು. ಇಂತಹ ಹೆಂಗಸರು ಸಮಾಜಕ್ಕೆ ಕಳಂಕ ಅಂತ ಸಾವಿರಾರು ಜನರು ಆಕ್ರೋಶ ವ್ಯಕ್ತಪಡಿಸಿದರು. ಆದರೆ ಸಹಲಾ ಈ ನಿರ್ಧಾರ ತೆಗೆದುಕೊಳ್ಳೋಕ್ಕೆ ನಿಜವಾದ ಕಾರಣವೇನು? ಆಕೆಯ ಮನಸ್ಸಿನಲ್ಲಿ ಓಡುತ್ತಿದ್ದ ಆ ರಹಸ್ಯ ವಿಚಾರವೇನು? ಈ ಘಟನೆಯ ಹಿಂದೆ ಅಡಗಿರುವ ಆ ಕಹಿ ಸತ್ಯ ಕೊನೆಗೂ ಹೊರಬಿದ್ದಿದೆ. ಇಂದಿನ ವಿಡಿಯೋದಲ್ಲಿ ಈ ಘಟನೆಯ ಆಳವಾದ ಸತ್ಯ ಮತ್ತು ಇದು ನಮಗೆ ನಮ್ಮ ಸಮಾಜಕ್ಕೆ ನೀಡುವ ದೊಡ್ಡ പാഠവേണു ಎಂಬುದನ್ನು വിവരವಾಗಿ ತಿಳಿಯೋಣ. ഇവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് വട്ടം കറങ്ങി കളിക്കുവാണ് ഈ ചേച്ചിയുടെ മുഖവും ഈ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ മുഖം. അതായത് കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേര് ഷഹനാസ് എന്നാണ്. ഇവർക്കൊരു 7 വയസ്സുള്ള ഒരു മകനുമുണ്ട്. ഇവരുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. അതായത് 2 വർഷമായിട്ട് ഗൾഫിലാണിപ്പോൾ. ഇതിനു മുൻപ് കല്യാണം കഴിയുന്നതിന് മുൻപും കല്യാണം കഴിഞ്ഞ സമയത്തും ഈ ഇദ്ദേഹം അതായത് ഭർത്താവ് നാട്ടിൽ തന്നെ അല്ലാതെ ചില്ലറ പണിയൊക്കെ ചെയ്ത് ജീവിക്കായിരുന്നു കുടുംബമായിട്ട്. അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക ബാധ്യതയൊക്കെ മൂലം ഇദ്ദേഹം ഗൾഫിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം ലാസ്റ്റ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 8 വർഷത്തോളമായി. കഴിഞ്ഞിട്ട് 2 വർഷത്തിൻ്റെ ലീവിനിരിക്കവേ ഇദ്ദേഹം നാട്ടിലോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് ഭാര്യയോടും കുടുംബത്തിനോടൊക്കെ പറഞ്ഞു, അത് ഞാനിങ്ങനെ ലീവിന് വരാനിരിക്കുകയാണെന്ന് പറഞ്ഞു. എങ്ങനെ വരാനിരിക്കവെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുട്ടിയെയും കാണാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കുറേ അന്വേഷണങ്ങളൊക്കെ നടത്തി പോലീസിൽ കേസൊക്കെ കൊടുത്തു. ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാനായിട്ടില്ല എന്നൊരു ഇതാണ് നിഗമനം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത എനിക്കൊന്ന് നാളെ തിങ്കളാഴ്ചയോടെ എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഒരു കോടതിയിൽ ഹാജരാകുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. സംഭവം ഈ സ്ത്രീ എവിടെ പോയിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ അവിടെ അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ ഒരു പുള്ളിക്കാരനായിട്ട് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് 3 കുട്ടികളും ഭാര്യ ഉള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് അയാൾ സംസാരിച്ചിരിക്കുന്നതൊക്കെ ഫോൺ വഴിയായിരിക്കുമല്ലോ. അപ്പോൾ ആ ഫോൺ വഴിയുള്ള സംഭാഷണത്തിലായിരിക്കും നിങ്ങൾ വീണ് പോയിരിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ മനസ്സ് കൈവിട്ട് നിങ്ങൾ അയാളിലോട്ട് വീണത്. അപ്പോൾ നിങ്ങളോട് പറയാനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇയാൾക്ക് നിങ്ങൾ ഇപ്പോൾ കൂടെ പോയേക്കണ ലവനുണ്ടല്ലോ, അയാൾക്ക് അയാളുടെ ഭാര്യനെയും കുടുംബത്തിനെയും നിങ്ങളെ കണ്ടുപോലെ നിങ്ങളോട് പെരുമാറിയതുപോലെ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്തുകൊണ്ട് ആ പഞ്ചാര വാക്കുകൾ എന്തുകൊണ്ട് സ്വന്തം ഭാര്യ എടുത്ത് കാണിക്കാൻ തോന്നിയില്ല? അപ്പം കണ്ടവൻ്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ കാണിച്ച് അവരെ സോപ്പിലാക്കി അവരെ അങ്ങ് കടത്തിക്കൊണ്ടുപോകാം. എന്നിട്ട് സ്വന്തം ഭാര്യയോട് ഇതൊന്നും ഇല്ല. അങ്ങനെ സ്വന്തം ഭാര്യനെ ഗൗനിക്കാത്ത ഒരാൾ കൂടിയാണ് ഇപ്പം നീ പോയിരിക്കുന്നത്. നിങ്ങൾ എന്തുറപ്പോടെ നിങ്ങൾ അയാളുടെ കൂടെ ജീവിക്കും? നിങ്ങൾ എന്തുറപ്പോടെ ജീവിക്കും? സ്വന്തം മക്കളെയും സ്വന്തം ഭാര്യനെയും ചതിക്കുന്ന അയാളുടെ കൂടെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നിങ്ങളെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ കാണുമ്പോൾ ഈ പറയുന്ന അയാൾ ആ പെണ്ണിൻ്റെ പുറകെ പോകത്തില്ലേ? അത് നിങ്ങൾ ആലോചിക്കണം. പിന്നെ നിങ്ങൾ ചതിച്ചത് നിങ്ങളുടെ ഭർത്താവിനും കൂടെയാണ്. അത് നിങ്ങൾ ഓർക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ഈ പുറം നാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ പുറം നാട്ടിലെ ജീവിതം എന്ന് പറയുന്നത് അത് അത്ര വലിയ സുഖമുള്ളതല്ല. നല്ല കഷ്ടപ്പാട് തന്നെ. അവിടെ പോയി ജീവിക്കുന്ന ഓരോരുത്തർക്കും, അതും ഒറ്റയ്ക്ക് പോയി ജീവിക്കാൻ നേരത്ത്, അതായത് ഒറ്റയ്ക്ക് പോയി അവിടെ പോയി കഷ്ടപ്പെടാൻ നേരത്ത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് അറിയില്ല. അതൊന്നും അറിയാതെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഈ ജീവിച്ചു പോകുന്നത്. നിങ്ങളിപ്പോൾ നല്ല അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിലായിരിക്കാം നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നത്. എന്തായാലും നമിച്ചു. ഇത്രയും അവിഹിത കൊലകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് പോലും അതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും മതിയാവുന്നില്ലല്ലേ? അതിലൊരാളാവാതിരിക്കട്ടെ നിങ്ങൾ. എന്തായാലും അത്രേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ നാളെ വന്നത് കോടതിയിൽ ഹാജരാകുമായിരിക്കും. എനിക്കിങ്ങനെ താല്പര്യമില്ല, അതുകൊണ്ടായിരിക്കും ഞാൻ ഇവിടുന്ന് പോയത് എന്ന് പറയാനായിട്ട്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കും. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നല്ല മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞ് നല്ല ജീവിതം ജീവിക്കട്ടെ. അല്ലാതെ നിങ്ങളുടെ കൂടെ വന്ന ഈ മറ്റേ ജീവിതം ജീവിക്കുന്നതിനേക്കാളും നല്ലത്. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಸಹಲಾ ಗಂಡ ಗಲ್ಫಿನಲ್ಲಿ ಹಗಲು ರಾತ್ರಿ ಕಷ್ಟಪಟ್ಟು ದುಡಿಯುತ್ತಿದ್ದ ಸಾಮಾನ್ಯ ಪ್ರವಾಸಿ. ಕುಟುಂಬಕ್ಕೆ ಒಳ್ಳೆಯ ಭವಿಷ್ಯ ನೀಡಬೇಕು, ಸಾಲ ತೀರಿಸಬೇಕು ಅಂತ ತನ್ನ ಆಸೆ ಆಕಾಂಕ್ಷೆಗಳನ್ನೆಲ್ಲ ಬದಿಗೊತ್ತಿ ವಿದೇಶದಲ್ಲಿ ಬೆವರು ಹರಿಸುತ್ತಿದ್ದ ಗಂಡ. ಗಲ್ಫಿನಲ್ಲಿದ್ದಾಗ ಸಹಲಾ ಸ್ಥಳೀಯವನಾಗಿ ಒಂದು ಮೊಬೈಲ್ ಶಾಪ್ಗೆ ಆಗಾಗ ಹೋಗಿ ಬರುತ್ತಿದ್ದಳು. ಅಲ್ಲಿ ಪರಿಚಯವಾದ ವ್ಯಕ್ತಿಯೊಬ್ಬ, ಅವನಿಗೂ ಈಗಾಗಲೇ ಮದುವೆಯಾಗಿ 3 ಮಕ್ಕಳಿದ್ದವು. ಈಕೆಗೆ ಹತ್ತಿರವಾದ ಆತನ ಸಿಹಿ ಮಾತುಗಳು, ಫೋನ್ ಸಂಭಾಷಣೆಗಳು, ಕಪಟ ಕಾಳಜಿಯ ಅಭಿನಯ ಸಹಲನನ್ನು ಆತನ ಕಡೆಗೆ ಸೆಳೆಯಿತು. ಕೊನೆಗೆ ಗಂಡ ಮನೆಗೆ
ಮರಳುವ ಸಮಯ ಹತ್ತಿರವಾದಾಗ ಸಹಲ ತನ್ನ ಮಗು ಮತ್ತು ಚಿನ್ನಾಭರಣದೊಂದಿಗೆ ಆತನ ಜೊತೆ ಓಡಿ ಹೋದನು. ಈ ಘಟನೆ ಹೊರಬರುತ್ತಿದ್ದಂತೆ ಹಲವರು ಗಂಡ ಸರಿಯಾಗಿ ನೋಡಿಕೊಳ್ಳುತ್ತಿಲ್ಲವೇನೋ, ಕುಟುಂಬದಲ್ಲಿ ಕಿರುಕುಳ ಇತ್ತೇನೋ ಅಂತೆಲ್ಲ ಊಹಾಪೋಹಗಳು ಹಬ್ಬಿಸಿದರು. ಆದರೆ ಈ ರಹಸ್ಯದ ಆಳಕ್ಕೆ ಇಳಿದಾಗ ತಿಳಿದು ಬಂದ ನಿಜವಾದ ಕಾರಣಗಳು ಯಾವುದು? ದೌರ್ಜನ್ಯ ಅಥವಾ ಕಿರುಕುಳ ಅಲ್ಲ. ಬದಲಾಗಿ ವಿದೇಶದಲ್ಲಿದ್ದ ಗಂಡ ಕುಟುಂಬದ ಆರ್ಥಿಕ ಭದ್ರತೆಗಾಗಿ ದುಡಿಯುವಾಗ ದಿನನಿತ್ಯ ಭಾವನಾತ್ಮಕ ಬೆಂಬಲದ ಕೊರತೆಯನ್ನು ಈಕೆ ಅನುಭವಿಸಿದಳು. ಇದನ್ನೇ ಬಂಡವಾಳ ಮಾಡಿಕೊಂಡು ಆ ಮೊಬೈಲ್ ಶಾಪ್ ವ್ಯಕ್ತಿ ಈಕೆಗೆ ಸುಳ್ಳು ಕಾಳಜಿ ತೋರಿಸಿ ತನ್ನ ಬುಟ್ಟಿಗೆ ಹಾಕಿಕೊಂಡ. ಕ್ಷಣಿಕ ಸುಖ ಮತ್ತು ಭ್ರಮೆಯ ಜೀವನ. ಸ್ವಂತ ಹೆಂಡತಿ ಮಕ್ಕಳನ್ನೇ ಸರಿಯಾಗಿ ನೋಡಿಕೊಳ್ಳದ ವ್ಯಕ್ತಿ ತನ್ನನ್ನು ಕೊನೆಯವರೆಗೂ ಮಹಾರಾಣಿಯಂತೆ ನೋಡಿಕೊಳ್ಳುತ್ತಾನೆ ಎಂಬ ಹುಚ್ಚು ಭ್ರಮೆ ಸಹಲಾಳ ಮನಸ್ಸಿನಲ್ಲಿತ್ತು. ತಾತ್ಕಾಲಿಕ ಆಕರ್ಷಣೆ ಮತ್ತು ಸಿಹಿ ಮಾತುಗಳಿಗೆ ಮರುಳಾಗಿ ತನ್ನ ನಿಜವಾದ ಸಂಬಂಧ ಮೌಲ್ಯವನ್ನು ಆಕೆ ಮರೆತು ಬಿಟ್ಟಳು. ಜವಾಬ್ದಾರಿಯಿಂದ ಬೇಜವಾಬ್ದಾರಿ ಓಡಿ ಹೋದ ಮನಸ್ಥಿತಿ ನೋಡಿ. ಕುಟುಂಬ, ಮಗುವಿಗೆ ಭವಿಷ್ಯ ಮತ್ತು ಪತಿಯ ತ್ಯಾಗಕ್ಕಿಂತ ತನ್ನ ಕ್ಷಣಿಕ ಸಂತೋಷವೇ ಮುಖ್ಯ ಎಂಬ ಸ್ವಾರ್ಥ ಮನಸ್ಥಿತಿ ಆಕೆಯ ಈ ಹಾದಿ ತುಳಿಯಲು ಮುಖ್ಯ ಕಾರಣವಾಗಿದೆ. ಸ್ನೇಹಿತರೆ, ಈ ಘಟನೆ ಬರೀ ಸಹಲ ಮತ್ತು ಆಕೆಯ ಕುಟುಂಬಕ್ಕೆ ಸಂಬಂಧಿಸಿದಲ್ಲ. ಇದು ಇಡೀ ಸಮಾಜಕ್ಕೆ ಕಣ್ಣು ತೆರೆಸುವಂತಹ ಒಂದು ದೊಡ್ಡ ಎಚ್ಚರಿಕೆ. ಗಲ್ಫಿನಲ್ಲಿ ದುಡಿಯುವವರ ತ್ಯಾಗಕ್ಕೆ ಬೆಲೆ ಕೊಡಿ. ವಿದೇಶದಲ್ಲಿ ಕಷ್ಟಪಡುವ ಪತಿ ಅನುಭವಿಸುವ ಏಕಾಂಗಿತನ, ಅವರ ಕಷ್ಟ ನಮಗೆ ಕಣ್ಣಿಗೆ ಕಾಣಿಸುವುದಿಲ್ಲ. ಅವರು ಊರಲ್ಲಿರುವ ತಮ್ಮ ಹೆಂಡತಿ ಮಕ್ಕಳ ಸಂತೋಷಕ್ಕಾಗಿ ತಮ್ಮ ಜೀವನವನ್ನೇ ಧಾರೆ ಎರೆಯುತ್ತಾರೆ. ಅಂಥವರ ನಂಬಿಕೆ ದ್ರೋಹ ಬಗೆಯುವುದು ಅಕ್ಷಮ್ಯ ಅಪರಾಧ. ಕ್ಷಣಿಕ ಆಕರ್ಷಣೆ ಪ್ರೀತಿಯಲ್ಲ. ಸಾಮಾಜಿಕ ಜಾಲತಾಣಗಳಲ್ಲಿ ಅಥವಾ ಹೊರಗಿನ ವ್ಯಕ್ತಿಗಳು ಆಡುವ 4 ಸಿಹಿ ಮಾತುಗಳು ಎಂದಿಗೂ ನಿಜವಾದ ಪ್ರೀತಿಯಾಗಲು ಸಾಧ್ಯವೇ ಇಲ್ಲ. ಸ್ವಂತ ಸಂಸಾರವನ್ನೇ ಛಿದ್ರಗೊಳಿಸಿ ಬರುವ ವ್ಯಕ್ತಿ ನಾಳೆ ನಿಮ್ಮನ್ನು ರಸ್ತೆಗೆ ತಳ್ಳಲು ಹಿಂಜರಿಯುವುದಿಲ್ಲ ಎಂಬುದನ್ನು ಪ್ರತಿಯೊಬ್ಬರೂ ನೆನಪಿಡಬೇಕು. ಒಬ್ಬ ಸಹಲ ಮಾಡಿದ ತಪ್ಪಿಗೆ ಗಲ್ಫಿನಲ್ಲಿರುವ ಎಲ್ಲ ಪ್ರವಾಸಿಗರ ಹೆಂಡತಿಯರನ್ನು ಸಂಶಯದ ಕಣ್ಣಿನಿಂದ ನೋಡುವುದು ತಪ್ಪು. 90%ಕ್ಕಿಂತ ಹೆಚ್ಚು ಮಹಿಳೆಯರು ತಮ್ಮ ಗಂಡಂದಿರ ಕಷ್ಟವನ್ನು ಅರ್ಥ ಮಾಡಿಕೊಂಡು ಶಿಸ್ತು ಮತ್ತು ಗೌರವದಿಂದ ಕುಟುಂಬವನ್ನು ಮುನ್ನಡೆಸುತ್ತಿದ್ದಾರೆ. ಮಕ್ಕಳ ಭವಿಷ್ಯವನ್ನು ಬಲಿ ಕೊಡಬೇಡಿ. ತಂದೆ ತಾಯಿಯರ ಸ್ವಾರ್ಥದ ನಿರ್ಧಾರಗಳಿಗೆ ಅಮಾಯಕ ಮಕ್ಕಳು ಬಲಿಯಾಗಬಾರದು. ಬೆಳೆಯುವ ಮನಸ್ಸಿನಲ್ಲಿ ಮಗುವಿಗೆ ತಂದೆಯ ಪ್ರೀತಿ ಮತ್ತು ಸರಿಯಾದ ಸಂಸ್ಕಾರ ಸಿಗುವುದು ಅತ್ಯಗತ್ಯ. ಸ್ನೇಹಿತರೆ, ಪ್ರೀತಿ ಮತ್ತು ವಿಶ್ವಾಸ ಎಂಬುದು ಯಾವುದೇ ಸಂಬಂಧದ ಅಡಿಪಾಯ. ಕ್ಷಣಿಕ ಸುಖಕ್ಕಾಗಿ ಕಷ್ಟಪಟ್ಟು ಕಟ್ಟಿದ ಸಂಸಾರವನ್ನು ನಂಬಿಕೆಯನ್ನು ಹಾಳು ಮಾಡಬೇಡಿ. ನೋಡಿ, ಈ ವಿಷಯದ ಬಗ್ಗೆ ನಿಮ್ಮ ಅಭಿಪ್ರಾಯಗಳೇನು? ಸಮಾಜದಲ್ಲಿ ನಡೆಯುತ್ತಿರುವ ಇಂತಹ ಘಟನೆ ತಡೆಯಲು ನಾವು ಏನು ಜಾಗೃತೆ ವಹಿಸಬೇಕು? ನಿಮ್ಮ ಅನಿಸಿಕೆಗಳು ಕೆಳಗಿನ ಕಮೆಂಟ್ನಲ್ಲಿ ಬಾಕ್ಸ್ನಲ್ಲಿ ತಪ್ಪದೆ ತಿಳಿಸಿ. ವಿಡಿಯೋ ಇಷ್ಟವಾದರೆ ಲೈಕ್ ಮಾಡಿ, ನಿಮ್ಮ ಸ್ನೇಹಿತರಿಗೂ ಶೇರ್ ಮಾಡಿ. ಅಲ್ಲಾಹ್ ರಬ್ಬ್ ಸುಬ್ಹಾನಹು ತಆಲ ನಮ್ಮ ಸಹೋದರಿಗೆ ಒಳ್ಳೆಯ ಬುದ್ಧಿ ಅಲ್ಲಾಹ್ ನೀಡಲಿ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು.